നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പാലിയക്കര ടോൾ കേസിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. റോഡവസ്ഥ എത്ര പരിതാപകരമാണ്, അതാണ് പ്രധാന പ്രശ്നം. ഒരു ലോറി കേടായത് കാരണമുണ്ടായ യാത്രാ ദുരിതം എത്രയെന്ന് കോടതി ചോദിച്ചു. ട്രാഫിക് ഇല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രം എടുക്കേണ്ട ദൂരമെന്ന് കോടതി നിരീക്ഷിച്ചു. മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം ആവർത്തിച്ചു. 12 മണിക്കൂർ ഗതാഗതക്കുരുക്കുണ്ടായെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പറഞ്ഞു. മൺസൂൺ കാരണം റിപ്പയർ നടന്നില്ലെന്ന് കേന്ദ്രം വിശദീകരിച്ചു. ടോൾ തുക എത്രയെന്ന് കോടതി ചോദിച്ചു. ജഡ്ജി ആയതുകൊണ്ട് തനിക്ക് ടോൾ കൊടുക്കേണ്ട, ജനങ്ങളുടെ കാര്യം അതല്ല. 150 രൂപയാണ് ടോളെന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കി. ഇത്രയും പണം എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തേർഡ് പാർട്ടി കമ്പനിയാണുള്ളത്. ഇത് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നതെന്ന് കരാർ കമ്പനി ചോദിച്ചു. ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത്. ടോൾ പിരിവ് നിർത്തിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു. അപ്പീലിൽ വാദം പൂർത്തിയായി, ഉത്തരവ് പറയാൻ മാറ്റി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും പാടശേഖര സമിതികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NC വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK സത്യവതി, രത്നകുമാരി, MU സെബി, കൃഷി ഓഫീസർ PD ശ്രുതി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സ്മിത നാരായണൻ, കൃഷി അസിസ്റ്റന്റ് PV നീതു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പോഷക സംഘടനയുടെ പ്രാദേശിക സമ്മേളനം സംഘടിപ്പിച്ചു. എല്ലാവരോടും സ്നേഹം, ആരോടുമില്ല വെറുപ്പ് എന്ന തലക്കെട്ടിൽ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പോഷക സംഘടനാ സമ്മേളനം ചാവക്കാട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് PV അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വയോജന സംഘടനാ പ്രസിഡന്റ് ഫിറോസ് ഹംസ അധ്യക്ഷനായി. യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, അബ്ദുൽ ഖാദർ ആളൂർ, മുറബിമാരായ ഗുലാം അഹമ്മദ് ആളൂർ, ഫാഹിൻ അഹമ്മദ് പാലക്കാട്, ഗുലാം അഹമ്മദ് കൊല്ലം എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ മാധ്യമപ്രവർത്തകർ, ദീർഘകാലമായി സേവനരംഗത്തുള്ള മുതിർന്ന പൗരനായ ഹംസ മാസ്റ്ററെയും ഗ്രന്ഥശാല പ്രവർത്തകരെയും ആദരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ കായിക വൈജ്ഞാനിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനം നൽകി. അഗതിയൂർ കലശമല ആര്യലോകാശ്രമത്തിൽ ആംസ് ജീവധാര പദ്ധതിക്ക് തുടക്കമായി. ദാനം തന്നെയാണ് ധ്യാനം എന്ന സന്ദേശവുമായി നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കുന്നംകുളം മലങ്കര ആശുപത്രി സെക്രട്ടറി KP സാക്സൺ നിർവഹിച്ചു. തുടർന്ന് വൃക്കരോഗികൾക്കായി സൗജന്യ ഡയാലിസിസിനുള്ള ആംസ് ജീവധാരയുടെ കൂപ്പൺ വിതരണവും സാക്സൺ നിർവഹിച്ചു. എല്ലാ മാസവും തെരഞ്ഞെടുത്ത അർഹരായവർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിന് കൂപ്പണുകൾ പദ്ധതിയിലൂടെ നൽകും. ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ പെൻകോ അബൂബക്കർ മുഖ്യാതിഥിയായി. കാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് അൽ നഹ്യാന്റെ പേരിലുള്ള ബാബ സയ്യിദ് കൾച്ചറൽ ഇന്റർനാഷണൽ നൽകുന്ന അവാർഡ് മഹർഷിക്കും പത്നി സിമിക്കും പെൻകോ അബൂബക്കർ സമ്മാനിച്ചു. ആര്യമഹർഷിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ അബ്ദുട്ടി കൈതമുക്ക്, കുമാരൻ, ആര്യനാമിക എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൃക്കരോഗികൾക്കായി മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ PV അനീഷിന്റെ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുത്തു. എന്തിനാ പോയി എന്നറിയാൻ ക്യാമ്പിലൂടെ വന്നു. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് വളരെ ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹം തന്നെ ഒരു പരിധിവരെ മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ടെല്ലാം നമുക്ക് ചാരിറ്റി പ്രവർത്തനം വിളിച്ചു കഴിഞ്ഞാൽ ആളെ കിട്ടില്ല. ഇന്ന് പ്രവാസികളായിരുന്നില്ല, മറ്റു മേഖലയിൽ നിന്നെല്ലാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ദിവസം ഒരു ദിവസം മാസ പ്രോഗ്രാം അനലൈസ് ചെയ്തെന്നറിയാം. ഞാൻ മലകളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1.5 കോടി രൂപയോളം അവിടെ ചാരിറ്റി പ്രവർത്തനം ലഭിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് കേട്ടല്ലോ. ഞാൻ വരെ ഒരു ഇൻസ്റ്റൻസ് പറയാം. ഒരു വെണ്ണാറയുടെ വന്നു, ചെറിയൊരു ടോക്കൺ ലേറ്റായി പോയി. അദ്ദേഹം ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗജപൂജ, ഗജഘോഷയാത്ര എന്നിവയുമുണ്ടായി. ഗജഘോഷയാത്ര ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. 6 കൊമ്പന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു.
ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി ആദ്യ ഉരുളം നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. തുടർന്ന് ക്ഷേത്രം സേവാസമിതി ഭാരവാഹികളും പ്രവർത്തകരും ആനപ്രേമികളും ആനയൂട്ട് നടത്തി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേച്ചേരി സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് PB ദിനേശൻ അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ പൂലോത്ത്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ND സജിത് കുമാർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NM ഷംസുദ്ദീൻ, ബ്ലോക്ക് സെക്രട്ടറി ഡൊമിനിക് ഫ്രാൻസിസ്, INTUC സെക്രട്ടറി ഷക്കീർ, കർഷക കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മനാഫ് കളപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. നേതാക്കളായ TK ജമാൽ, KM ഷറഫുദ്ദീൻ, ഷഹീന അബ്ദുൾ സലീം, ജോയ് എന്നിവർ നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ കുടുംബയോഗത്തിന്റെ 25ാം വാർഷികവും അവാർഡ് ദാനവും അഞ്ഞൂർ കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടത്തി. സംഘടനാ പ്രസിഡന്റ് ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലിനി സെറ അക്കിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സെക്രട്ടറി ജൂബി C ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി അബി T ചെമ്മണ്ണൂർ സ്വാഗതവും എക്സിക്യൂട്ടീവ് മെമ്പർ അനു റിജു നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചു. 75 വയസ്സ് പൂർത്തിയായവരെയും ആദരിച്ചു. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സുവനീർ പ്രകാശനം ചെയ്തു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. UAE-യിലെ കുന്നംകുളം പ്രവാസികളുടെ കൂട്ടായ്മയായ സമത കുന്നംകുളം ഏരിയ സമ്മേളനം ചേർന്നു. അർബൻ ബാങ്ക് ഹാളിൽ ചേർന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. സമത പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷനായി. സെക്രട്ടറി സുരേഷ് കണ്ടമുള്ളി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സുമേഷ് ഉപ്പത്തിൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് UV അനിൽ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, സെക്രട്ടറി KP പ്രവീൺ, ജോയിന്റ് സെക്രട്ടറി KK സുരേഷ്, ട്രഷറർ രഘുനാഥ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചാവക്കാട് മഹല് അങ്ങാടിത്താഴം ഹദ്ദാദ് പള്ളിയിൽ ഹദ്ദാദ് ആണ്ട് വാർഷികം ആഘോഷിച്ചു. രാവിലെ 7:30 ആരംഭിച്ച അന്നദാനത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മഹൽ ഖത്തീബ് ഹാജി KM ഉമർ ഫൈസി, ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു, അനീഷ് പാലയൂർ, നൌഷാദ് നെടുംപറമ്പ്, ഷിഹാബ് കാരക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. 15-ാം തീയതി നടന്ന മതപ്രഭാഷണം ഉമർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു അധ്യക്ഷത വഹിച്ചു. അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മതപ്രഭാഷണത്തിന് നേതൃത്വം നൽകി. STS പ്രസിഡന്റ് അനീഷ് സ്വാഗതവും ട്രഷറർ ഇല്യാസ് ബുർഹാൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് തിരുവത്ര ആനത്തലമുക്ക് ആർമി കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ നാടിന് സമർപ്പിച്ചു. ആനത്തലമുക്കിൽ സ്ഥാപിച്ച കോൺവെക്സ് മിറർ വാർഡ് കൗൺസിലർ ഉമ്മർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരി സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് K കബീർ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി PS മുഹസിൻ, ട്രഷറർ AS സവാദ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം കൊരട്ടിക്കര നാലകത്ത് പരേതനായ പോക്കു മുസ്ലിയാർ മകൻ സിറാജുദ്ദീൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. പെരുമ്പിലാവിൽ ദീർഘകാലം ജനത എന്ന പേരിൽ പലചരക്ക് വ്യാപാരിയായിരുന്നു. സാജിദ ഭാര്യയും നൌഫൽ, അനസ് എന്നിവർ മക്കളുമാണ്. ഖബറടക്കം കോട്ടോൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.